ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഡാവിഞ്ചി റിസോൾവിൽ ഒരു ഗ്രീൻ സ്ക്രീൻ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് സിമ്പിളായിട്ട് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഭയങ്കര എളുപ്പമാണ്. നമുക്ക് അതിനായിട്ട് ഇവിടെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ടിന് ഒരു സാമ്പിളായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഈ ഒരു വീഡിയോ ടൈം ലൈനിലോട്ട് ഇടാം. ഈ ഒരു വീഡിയോ ഞാൻ ടൈം ലൈനിൽ വലിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോവേണ്ടത് ഇവിടെ എഫക്ട്സ് എന്നും പറഞ്ഞ് ഓപ്ഷൻ ഉണ്ടല്ലോ, അതായത് മീഡിയ പൂളിൻ്റെ തൊട്ടടുത്തുള്ള എഫക്ട്സ് പാനൽ വന്നു കഴിഞ്ഞാൽ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ ഈ സൈഡ് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇവിടെ റിസോൾവ് എഫക്ട്സ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ സെർച്ച് എടുത്തിട്ട് ഇവിടെ 3D എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ 3D കിയർ എന്നുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം വലിച്ച് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ മുകളിലോട്ട് നമ്മൾ കൊണ്ടിടാൻ പോവുകയാണ്. ഞാനത് വലിച്ച് ആ ഒരു വീഡിയോയുടെ മുകളിൽ കൊണ്ടിട്ട സമയത്ത് ഇവിടെ വലത് സൈഡിൽ ഇൻസ്പെക്ടറിൽ എഫക്ട്സിൽ ഇവിടെ ഒരു സംഭവം വന്നിട്ടുണ്ട്. കണ്ടല്ലോ, എന്താ ഈ 3D കിയർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നതിന് ശേഷം ഇവിടെ ആദ്യം തന്നെ ഈ സൈഡിലായിട്ട് ഒരു പിക്കർ കാണാൻ പറ്റും, അതായത് കളർ പിക്ക് ചെയ്യുന്ന പിക്കറിൻ്റെ പടം. ആ പിക്കറിലൊന്ന് ഞെക്കിയിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കൊണ്ടുവന്നൊന്ന് ക്ലിക്ക് ചെയ്യുക. ഒരു പക്ഷേ ഇത് ക്ലിക്ക് ചെയ്തിട്ട് വർക്ക് ആവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യവും ശ്രദ്ധിക്കുക. അത് ഈ ഒരു ഭാഗത്ത് വന്നാൽ എഫക്ട്സ് ഓവർലേ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആയിട്ട് കിടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റിയെന്ന് വരത്തില്ല കേട്ടോ. അപ്പം ഈ എഫക്ട്സ് ഓവർലേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ കുറച്ചുകൂടി ഭാഗങ്ങൾ സെലക്ട് ആവാനുണ്ട്. അതിനായിട്ട് തൊട്ടിപ്പുറത്ത് കിടന്ന ഈ പ്ലസ് ഉണ്ടല്ലോ, ഈ പ്ലസ് സൈക്കിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് വേണമെങ്കിൽ ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബട്ടൺ ഞെക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻ വരുന്നുണ്ടോ, ഇതിങ്ങനെ എല്ലാ സ്ഥലത്തും കൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. എവിടെയൊക്കെയാണോ ആ ഗ്രീൻ ഉള്ളത് അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ലൈൻ ഇങ്ങനെ കൊണ്ടുപോകാം. ഇവിടെ ഞെക്കി പിടിച്ച് വരച്ചുകൊണ്ടിരിക്കുക, പെൻസിലൊക്കെ ഇട്ട് വരയ്ക്കുന്ന കണക്ക് വരയ്ക്കുക. ഞാൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഒന്ന് ഓടിച്ചിട്ടുണ്ട്. സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ സ്ക്രീനിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ അത് മാറ്റാനായിട്ട് ഈ ഒരു കിയറിൻ്റെ പാനലിൽ വീണ്ടും വരിക. എന്നിട്ട് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഡീസ്പിൽ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു സൈഡിൽ കണ്ടോ, ഇത് നമ്മൾ പതുക്കെ ഒന്നിങ്ങനെ മുകളോട്ട് ഇൻക്രീസ് ചെയ്യുക. അതിൻ്റെ അളവ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. കണ്ടോ, അത് പോകുന്നുണ്ടോ? ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ, ഇതിപ്പോൾ ഞാൻ 0 ആക്കി അതൊക്കെ കൂട്ടുകയാണ്, കൂട്ടി കൊണ്ടുപോകുന്നു. കണ്ടോ, ഫുള്ളിട്ടപ്പോൾ അത് മൊത്തം പോയി. കണ്ടല്ലോ, ഇങ്ങനെ ഇരുന്നാണ് നമ്മളത് കൂട്ടി ഫുള്ള് വെച്ചു. പിന്നീട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഒന്നുകൂടി ഞാൻ സൂം ചെയ്യുകയാണ്. ഈ ഒരു ഭാഗമൊക്കെ കണ്ടോ, കുറച്ച് ഒരു സോഫ്റ്റ് ഇല്ലാതെ ഇങ്ങനെ വിട്ട് പോയിരിക്കുന്ന കണക്കൊരു ഫീൽ ഉണ്ടല്ലേ. അതിനായിട്ട് കുറച്ചുകൂടി ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കീ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആയിട്ട് കണ്ടോ, സോഫ്റ്റ് എന്നും പറഞ്ഞിട്ട് ക്രോമ സോഫ്റ്റ്സ് എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ പതുക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ആ ഒരു ഭാഗം പതുക്കെ സോഫ്റ്റ് ആവുന്നുണ്ടോ. ശകലം ചെയ്താൽ മതി, ഒരുപാട് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയിപ്പോവും. ഒരു ശകലം ഒന്ന് സോഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് ഒരു ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യാൻ പറ്റുക. ഇനി ഇത് കുറച്ച് മുകളിലോട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇനി നമ്മൾ വീണ്ടും മീഡിയ പൂളിൽ പോവുക. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് വലിച്ച് ഈ താഴെ കൊണ്ട് പ്ലേസ് ചെയ്യുക. ഇവിടെ താഴെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ ഇരുന്നാണ് നമ്മളതിനെ ഇങ്ങനെ ആക്കി. ഈ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഫുള്ള് ഓടിച്ച് നോക്കാം, നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, കേട്ടോ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ. ആ ഗ്രീൻ സ്ക്രീൻ ഫുള്ള് പോയി. ഇതാണ് സിമ്പിൾ വഴി. പിന്നെ ഫ്യൂഷൻ പേജിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അത് എപ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ 3D കിയറിൽ വർക്ക് ആവുന്നില്ല, ഫുള്ള് ഗ്രീൻ സ്ക്രീൻ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്യൂഷൻ പേജിൽ ഒന്ന് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഈ ഒരു വീഡിയോ അങ്ങ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഒന്നുകൂടി ഈ ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ നമ്മുടെ ടൈം ലൈനിലോട്ട് വലിച്ചിടുവാണ്. ഇനി നമുക്ക് നേരെ ഫ്യൂഷൻ പേജിലോട്ട് പോവാം.
ഫ്യൂഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളിവിടെ വന്നിട്ട് ഇവിടെ എഫക്ട്സിൻ്റെ പാനൽ പിന്നും എടുക്കുക. ഈ എഫക്ട്സ് പാനൽ എടുത്തിട്ട് ഇവിടെ സെർച്ചിൽ നിങ്ങൾ ഡെൽറ്റ എന്ന് സെർച്ച് ചെയ്യുക. ഡെൽറ്റ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഡെൽറ്റ കിയർ എന്നും പറഞ്ഞിട്ടൊരു കിയർ ഇവിടെയും വരും. അവിടെ 3D കിയർ ആയിരുന്നു, ഇവിടെ ഡെൽറ്റ കിയർ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനെ വലിച്ച് ഈ രണ്ട് നോഡിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിലായിട്ട് കൊണ്ടുവന്ന് വിട്ടുകൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇത് കണക്റ്റ് ആവും. കണക്റ്റായി കഴിയുമ്പോൾ ഈ ഒരു ഇൻസ്പെക്ടറിൽ ഈ ഒരു ഓപ്ഷൻ കാണാം, ഡെൽറ്റ കിയർ എന്ന് പറഞ്ഞ് ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ മറ്റേൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. നമുക്ക് ഈ സ്ക്രീൻ കുറച്ചുകൂടി ഇങ്ങനെ വയ്ക്കാം, ഇങ്ങോട്ട് വയ്ക്കാം. ഓക്കെ, മറ്റേൽ ചെയ്ത അതേപോലത്തെ ഒരു മെത്തേഡ് തന്നെയാണ്. നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഈ ഒരു സൈഡിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ തൊട്ടിപ്പുറത്തൊരു പിക്കറുണ്ട്. ആ ഒരു പിക്കർ ഒന്ന് ഞെക്കി പിടിക്കാം. ഞെക്കി പിടിച്ചുകൊണ്ട് വേണം ഇങ്ങോട്ട് വരാൻ. മറ്റേൽ ചെയ്താണെങ്കിൽ ഞെക്കിയിട്ട് ഇങ്ങോട്ട് വന്നാൽ ഒരു മാറ്റവും നടക്കില്ല. ഈ പിക്കറിനെ ഒന്നിങ്ങനെ ഞെക്കി അങ്ങ് പിടിക്കുക. ഞെക്കി അങ്ങ് പിടിച്ചിട്ട് വലിക്കുമ്പോൾ ആ പിക്കർ വരുന്നത് കാണാം. ആ പിക്കറിനെ കൊണ്ടുവന്ന് ഈ സ്ക്രീനിലോട്ട് കയറ്റുമ്പോൾ തന്നെ ആ ഗ്രീൻ സ്ക്രീൻ അങ്ങ് പോയി. ശ്രദ്ധിക്കുക, വിട്ട് കളയരുത്. ഇത് ഇങ്ങനെ ഫുള്ളൊന്ന് ഓടിച്ച് നോക്കുക. എവിടെ കൊണ്ട് വയ്ക്കുമ്പോഴാണ് കൂടുതൽ ഗ്രീൻ സ്ക്രീൻ പോകുന്നത് നോക്കുക. ഇവിടെ വെച്ചപ്പോൾ കണ്ടോ ഗ്രീൻ സ്ക്രീൻ പിന്നെ ഉണ്ട്, അവിടെ കണ്ടോ കുറച്ചുകൂടി ഗ്രീൻ സ്ക്രീൻ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ എവിടെ കൊണ്ട് വയ്ക്കുമ്പോഴാണ് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് റിമൂവ് ആവണമെന്ന് നോക്കുക. അതുപോലെ കൊണ്ട് വയ്ക്കുക. ഇത് ഇവിടെ അടുത്തൊക്കെ വന്നപ്പോൾ ബോഡിയുടെ തൊട്ടടുത്തോട്ട് വന്നപ്പോൾ ഫുള്ള് പോയാണ്ട് ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നും വരും. ഇത് ഇവിടെ വന്നപ്പോൾ ഫുള്ള് ഗ്രീൻ സ്ക്രീനും റിമൂവ് ആവുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുക എവിടെ വയ്ക്കുമ്പോഴാണ് കൂടുതൽ ഗ്രീൻ സ്ക്രീൻ പോകുന്നതെന്ന് നോക്കുക. ഓക്കെ, ഇവിടെ വെച്ചപ്പോൾ ഫുള്ള് പോയി കേട്ടോ. ഇനി അങ്ങ് മൗസ് പോയിൻ്റ് വിടുക. മൗസ് പോയിൻ്റ് റിലീസ് ചെയ്യുമ്പോൾ നോക്കിയേ, മറ്റേടത്ത് നമ്മൾ വേറെയും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഇവിടെ നമ്മൾ കൊണ്ടുവന്ന് മൗസ് പോയിൻ്റ് വിട്ടപ്പോൾ തന്നെ അതങ്ങ് പോയി. ഈ വീഡിയോയ്ക്ക് ക്വാളിറ്റി കുറവാണ്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അതങ്ങ് പോയി. ഇനി നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കിയേ, കണ്ടോ ഫുള്ള് പോയി. ഇത് മറ്റൊരു മെത്തേഡാണ്. ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ടും ഈ സൈഡിലൊക്കെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇവിടെ ഗ്രീൻ സ്ക്രീൻ ഇവിടെയൊക്കെ ബാക്കി ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു പാനലിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്രിഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സാധനം കാണാൻ പറ്റും, കണ്ടോ. ഇവിടെ അതിൽ ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്ന തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഇവിടെ ഞാൻ ഫ്രിഞ്ച് എന്നാണ് വായിക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും പ്രൊണൗൺസിയേഷൻ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇവിടെ ഈ ഫ്രിഞ്ചിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം തന്നെ സ്പിൽ മെത്തേഡ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മീഡിയം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ കാണുന്ന ബാറുകളുണ്ടോ, ഈ താഴെ കാണുന്ന ഇത്രയും ബാറുകളിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഈ കാണുന്ന സ്പിൽ സപ്രഷൻ ഇതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എഡ്ജസിലുള്ള ബാക്കി ഭാഗങ്ങൾ കൂടി ഒന്ന് ക്ലീൻ ആയിട്ട് ഒക്കെ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇവിടെ ഓൾറെഡി അതില്ല, ഇവിടെ നമുക്ക് ഇനി ബാക്കി ഇനി കട്ട് ചെയ്ത് കാണിക്കാനില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ചെയ്യാമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. മറ്റേ ആദ്യം കാണിച്ച 3D കിയറിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഇത് കുറച്ചുകൂടി വേണമെങ്കിൽ അഡ്വാൻസ്ഡ് ആണെന്ന് പറയാം. നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് വേറെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈ മാറ്റിലൊക്കെ ചെയ്യാൻ ഒരുപാട് കാര്യമുണ്ട്. ഇവിടെ ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് എന്നും പറഞ്ഞ് ഈ മാറ്റിൽ കൊടുത്തിരുന്നുണ്ടോ, മാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് നിങ്ങൾ ഇവിടെ സൂം ചെയ്ത് വെച്ച് കാണിച്ചു തരാം. അൺനെസസറി ആയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കട്ട് ചെയ്ത് കളയാൻ പറ്റും, നോക്കിയോ. അപ്പോൾ ഞാൻ അത് റിമൂവ് ചെയ്യാണ്, കണ്ടോ. അപ്പോൾ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ വയറും കൂടി പോകുന്നുണ്ട്. അതുകൊണ്ട് അത്രയും എക്സ്ട്രീമായിട്ട് പോകരുത്. കുറച്ചെന്തെങ്കിലും വേസ്റ്റ് ഇവിടെ ഉണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇനിയും റിമൂവ് ആവാമല്ലോ ഉണ്ടെങ്കിൽ മാത്രം ഇതൊന്ന് പിടിച്ചു കൊടുക്കുക. പിടിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ ബാക്കി ഐറ്റംസ് കൂടി പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, അത് പോവാതെ ഒന്ന് ശ്രമിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് മൊത്തം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓരോന്നും ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് 2 മെത്തേഡ് നമുക്ക് ഡാവിഞ്ചി റിസോൾവിൽ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യാൻ പറ്റുന്ന 2 മെത്തേഡ്. എന്നിട്ട് തിരിച്ച് നമ്മുടെ എഡിറ്റ് പേജിലോട്ട് വരിക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും, നല്ല കിട്ടിലായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. വളരെ സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഡാവിഞ്ചി റിസോൾവിൽ 2 ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പറയുന്ന വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ മാക്സിമം നോക്കാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ടാറ്റ.